ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഇന്നലെ അയച്ച നിങ്ങളുടെ വർക്കൊക്കെ ഞാൻ നോക്കി. അതിൽ പ്രശ്നമൊന്നുമില്ല. ഞാനതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി റയൻ സാറിൻ്റെ സൈനും കൂടെ വാങ്ങിച്ചാൽ മതി. പിന്നെ പെൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. വേറെ എന്തെങ്കിലും ഉണ്ടോ? പെൻഡിങ് ആയിട്ട് വർക്കുന്നുണ്ട് സാർ, അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോമിൽ സൈൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. സെറ്റിൽമെൻറ്റോ? അതെന്താ പിരിച്ചു വിടുവാണോ? പ്രൊഫസർ രവീനയോ? ഇത് കോളേജിലെ പേപ്പേഴ്സ് അല്ലേ? ഇത് കൈകാര്യം ചെയ്ത് ഞാനല്ലല്ലോ. സാർ, ഇത് റിച്ചാർഡ് സാർ തന്നേൽപ്പിച്ചത്. ഓക്കെ, എന്നെങ്കിൽ പോയിക്കോളൂ. ഞാനിത് സൈൻ ചെയ്തിട്ട് റിച്ചാർഡിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തോളാം. പ്രൊഫസർ രവി, എന്താ ഇവിടെ നിൽക്കുന്നത്? അതെ, എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കാതെ നീ ചേറി ചെന്ന് പഠിപ്പിക്ക്. എന്താടാ, കൂട്ടായിട്ട് വന്നതാണോ? എന്തിനാ വന്നതെന്നാ ഞാൻ ഇറങ്ങാൻ നേരത്തെ നിനക്ക് മനസ്സിലാവും. ഇപ്പം അങ്ങ് കയറി ചെന്നാട്ടെ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഒരു മിനിറ്റ് എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇത്രയും നാളും നമ്മളുടെ കോളേജിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ രവി. ചില സാഹചര്യങ്ങൾ മൂലം അദ്ദേഹത്തിന് തുടർന്ന് പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണിത്. ഈ മൂവ് ഞാൻ മുന്നമേ കണ്ട്. അതുകൊണ്ടൊരു വജ്രായുധം എൻ്റെ കയ്യിലുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ റിച്ചാർഡ്. നീ എന്ത് കോപ്പ് വേണമെങ്കിലും വെച്ചോടാ. എന്തായാലും നേഹ എൻ്റെ കൂടെ ജീവിക്കുള്ളൂ. പിന്നെ നീ കിസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? അതങ്ങ് ചെയ്തിട്ടുണ്ട്. ഫ്ലേവർ സ്ട്രോബെറിയാ. പക്ഷെ നിനക്ക് അറിയാൻ വഴിയില്ല അല്ലേ? സാരമില്ല, നീ എന്നാന്ന് വെച്ചാൽ ചെയ്യ്. റിച്ചാർഡ്, നീ അധികം അങ്ങ് സന്തോഷിക്കണ്ട. ആ പ്രോജക്റ്റ് പൊളിഞ്ഞല്ലേ? നീ അതിൽ വിഷമിക്കണ്ട. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ തുകയും ഞാൻ നിനക്ക് തന്നേക്കാം. എടാ ശങ്കർ, എനിക്കറിയത്തില്ല, ഈ ഇടയായിട്ട് ആ ഒരു മഹൽ ഫാമിലിയുടെ മുമ്പിൽ നമുക്ക് ജയിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എൻ്റെ മോളെ അവൻ കൊണ്ടുപോയി. അങ്കിൾ ആ കാര്യം ഓർത്താണ് വിഷമിക്കുന്ന. അതിന് ഞാൻ ബെറ്ററായിട്ടുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു തരാം. നേഹനെ കൊണ്ടുവരാനല്ലേ? ആദ്യം എൻ്റെ ഒരു എക്സ് വൈഫ് അവിടെ ഇല്ലേ, നിത്യ, അവളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക. നേഹ തന്നെ അങ്ങോട്ടേക്ക് വന്നോളും. അതെങ്ങനെ നിത്യ വരാനാ? അവളിപ്പം ഡിവോഴ്സായിട്ട് നിൽക്കുമല്ലേ നീയുമായിട്ട്. ഞാൻ നിന്നോട് പറഞ്ഞതാ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന്. ഇനി ഞാനത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തോളാം. അവളെ ഒന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടാൻ അങ്കിളിന് കഴിയുമോ? എൻ്റെ ആൺമക്കൾ വീട്ടിലുള്ളപ്പോൾ അത് നടക്കില്ല. അതുകൊണ്ട് അടുത്ത മന്ത് ലാസ്റ്റ് ആകുമ്പോഴാണെങ്കിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അതിന് അവന്മാരെല്ലാവരും പോകും. ദാറ്റ് ടൈം ഞാൻ മകളോട് പറഞ്ഞ് അവളെ അങ്ങോട്ടേക്കാക്കാം. എൻ്റെ പൊന്നടി ഭാര്യയെ ഇടിച്ചു കയറി ഇങ്ങോട്ട് കയറി വരാൻ ഇത് നമ്മുടെ ബെഡ്റൂം അല്ല. അതുകൊണ്ട് കയറി വരുന്നതിന് മുമ്പ് പെർമിഷൻ നീ ചോദിക്കണം. എനിക്കിപ്പം മനസ്സില്ല. സത്യം പറ, രവി സാറുമായിട്ട് എന്താ വിഷയം? രവി സാറോ? ആ, അവനുമായിട്ട് എനിക്ക് വിഷയമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു വിഷയം. ഇങ്ങനെ തുറച്ച് നോക്കാതെ ഒരു ഭാര്യ, എനിക്ക് വേറെ എന്തൊക്കെയോ ഉള്ളിന്ന് തോന്നുന്ന. ആ, ഉള്ളിന്ന് അതൊക്കെ തോന്നത്തുള്ളൂ. ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞതാ. നീ എന്നതാടിയോവേ ഒരർത്ഥം വെച്ചുള്ള വർത്തമാനം. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. നീ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ തിരിച്ച് അയ്യരുടെ വീട്ടിൽ കൊണ്ട് വിടാമെന്നാണ് കരുതിയത്. പക്ഷേ ഇനി ഞാൻ നിങ്ങൾക്ക് വിടുന്നില്ല. അതല്ല, അത് ഇന്നലെയാണെങ്കിൽ ഞാൻ നിന്നെ കിസ് ചെയ്തില്ലേ? ആ സമയത്ത് നിൻ്റെ മുഖവും ചുണ്ടും ആ ഹൃദയടുപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ അത് തീരുമാനിച്ചു. നീ എൻ്റെ മക്കളെ പ്രസവിച്ച് എൻ്റെ കൂടെ സന്തോഷത്തോടെ അങ്ങ് ജീവിച്ചാൽ മതി. ഓഹോ, ഈ മരയൊന്ന് ഇന്നും കുടിച്ചിട്ടുണ്ടോ? മരയൊന്ന് നിൻ്റെ അപ്പൻ അയ്യര്. നമുക്കൊരു കൈ ഇപ്പം നോക്കിയാലോ? വേണ്ട, താൻ ഒരിക്കലും നന്നാവില്ല. ഞാൻ പോണം. അയ്യോ, അങ്ങനെ പോവാതെടി. നിൻ്റെ കെട്ടിയൊരു ഉമ്മ എന്നിട്ട് പോടി. പോയോ കാന്താരി. ഉമ്മ ഞാൻ തന്നാൽ മതിയോടാ. നീയേ ഇങ്ങോട്ടുള്ള വരവധികം വേണ്ട. ദേ സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള പിള്ളേരുടെ മീറ്റിംഗ് ആയി. നീ എഴുന്നേറ്റോ? ബാ, നമുക്ക് പോയി കുളിക്കാം. മനുഷ്യനിലേക്ക് തിരിച്ചു പോകണ്ടേ? രാത്രിയായി തുടങ്ങി.
ചായ കുറച്ച് കഴിഞ്ഞ്. ജോണി ചായനർ നിതീച്ചയാണെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം വിളിച്ചു. എന്തായാലും എൻ്റെ പൊന്നുമോള് ബാക്കി ഉറക്കം മാൻഷനിൽ ചെന്നിട്ട്. നീ എന്നെ ഈ രാത്രിയിൽ ഒറ്റയ്ക്കാണ് ഷോപ്പിങ്ങിന് പോയത്? ഇത് സമയം കുറേ ആയല്ലോ. നേരത്തും കാലത്തും വീട്ടിൽ ചെന്നുകൂടെ നിനക്ക്? ഞാൻ ഇച്ചായനോട് പറഞ്ഞായിരുന്നു, ലേറ്റായി. ശരി ഇന്നാ നിൻ്റെ മാൻഷനെത്തി, ഇറങ്ങ്. വേഗം എത്തിയില്ല. പിന്നെ സൺ ഓഫ് ഫയർ, ഐ ലവ് യു. നീ ഇത്ര നേരം എവിടെയായിരുന്നു റീച്ചൽ? ആരാ നിന്നെ ഡ്രോപ്പ് ചെയ്തത്? ഇച്ചായ, അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദർ. കാറ് പഞ്ചറായി. ശരി, കയറിപ്പോ. എന്താടോ ഇരു നോക്കുന്നത്? എന്തെങ്കിലും വേണോ? എന്താടി വേണമെന്ന് പറഞ്ഞാൽ നീ തരുമോ? പിന്നെ എന്നാ ഇവിടെ പരിപാടി? ഇനി ഭക്ഷണത്തിന് എന്തെങ്കിലും കലർത്തി ഞങ്ങൾ ഫാമിലിയോടെ കൊല്ലാനാണോ? അത് തൻ്റെ സംഭവം, അല്ലതെൻ്റെ അല്ല. ഇവിടെ ഒരു സാധനം വെച്ചാൽ കാണില്ല. എൻ്റെ ഈശ്വര, നിത ഫുഡ് മാറി നിൽക്കുക. അയ്യോ, നിതീച്ച് കണ്ട്. ഏട്ടത്തി, ഞാനെങ്കിൽ ഇവളോട് പറഞ്ഞതാ ബെഡ്റൂമിൽ മതിയെന്ന്. ഇവൾക്ക് ഇപ്പം തന്നെ വേണമെന്ന്. മനസ്സിലായി. രണ്ടെണ്ണം കൂടെ പോയായിരുന്നെങ്കിൽ എനിക്കെന്നെ കിട്ടിയവന് ആഹാരം വിളമ്പി കൊടുക്കായിരുന്നു. അവൻ കാരണം എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുന്ന ഏട്ടാ. അതുകൊണ്ട് അവനെ വീട്ടിലത് എനിക്ക് നേഹനെ വേണം. രവി, നീ എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. ഒരു മന്ത് നീ ക്ഷമിക്ക്. ഈ 1 മാസം കഴിയുമ്പം നേഹ ഇവിടെ കാണും. ഇതെൻ്റെ വാക്ക. ഇതെന്നാ ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റായോ? അതൊരു വലിയ കഥയാടാ, ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞു തരാം. നീതാ ഫുഡ് വിളമ്പിക്കോ. എല്ലാവരും ഇരിക്കേ. നീന റിച്ചാടെ അവളെ നോക്കി പഠിപ്പിക്കുകയാണോ? അങ്ങനെ ചോദിക്കുന്നു ചേച്ചി. നീ ചിരിക്കേണ്ട എടുക്കാത്തരി. നീയോ ഒട്ടും മോശമല്ല. പിന്നെ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാവരോടും പറയണമെന്ന് ഓർത്തത്, അടുത്ത ദിവസം നമുക്കൊരു ബിസിനസ് നമ്മുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തതിൻ്റെ ഒരു പാർട്ടിയുണ്ട്. ഫാമിലി ആയിട്ടാണ് നമ്മളെ ക്ഷണിച്ചേക്കുന്നത്. എല്ലാവരും പറഞ്ഞു. ബിസിനസ് മാൻമാരെന്ന് പറയുമ്പം അച്ഛനൊക്കെ കാണോ? നേഹ, കഴിക്കുമ്പോഴെങ്കിലും ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് മിണ്ടാതിരിക്കാവോ? ഞാൻ നിർത്തുക. പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് മാത്രം സമയം കാണും നേഹ. നീ ആണെങ്കിൽ നാളെ 3 പേരും കൂടെ പോയി ഡ്രസ്സ് എടുക്കുക. കൊച്ചേട്ടാ, അടുത്ത ദിവസത്തെ ബിസിനസ് പാർട്ടിക്ക് നേഹയൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുക. എനിക്ക് അവളെ കാണാമല്ലോ. എന്നെ ഷോപ്പിലേക്ക് ഒന്ന് കൊണ്ടുപോയാക്കാവോ? എടി, എനിക്ക് അത്യാവശ്യമായിട്ട് 2 ക്ലയൻറ്റിനെ കണ്ട വിഷയം ഉണ്ടായിരുന്നു. എന്തായാലും നീ ഇപ്പം ഇറങ്ങുക. ഞാനാണെങ്കിൽ അവരുടെ മാൻഷനിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേറെ ആരും അറിയണ്ട. ഇവിടെ ഇറങ്ങിക്കോ. നീ എന്നിട്ട് നടന്ന് കയറിക്കോ. ഞാൻ ഇതേനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റെഡിയായിട്ട് നിൽക്കുന്ന കേട്ടത് നേരെ വേണി ചേച്ചി. എന്താ നമ്മൾ ഇറങ്ങാത്ത? ആരാ വരുന്നത്? 2 മിനിറ്റ്സും കൂടെ ആളെത്തിറിയാ. ഹലോ, ഞാനെത്തി. ഹിന്ദി ഹിന്ദി. നിതീച്ചയാണോ? ഒറ്റയ്ക്കാണോ വന്നത്? അതോ നിതീച്ചയുടെ കൊച്ചിയിടം കൊണ്ടാക്കിയിട്ട് പോയോ? നിതീച്ചി, ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയല്ലോ. എപ്പോഴാണ് വന്നത്? കൊച്ചിനെ കൊണ്ടാക്കിയിട്ടാണ് പോയത്. നിതീച്ചനെ എന്നോട് പറയാതിരുന്നു. നീ ആദ്യം അവൾക്ക് പറയാനുള്ളൊരു അവസരം കൊടുക്ക. പിന്നെ മോളെ, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ ഒത്തിരി മിസ് ചെയ്തു. എന്നെങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ, ലേറ്റ് ആക്കണ്ട. ബായ് ഏട്ടത്തി, നമുക്ക് ഇറങ്ങിയേക്കാം. നിങ്ങളെത്തിയോ?
ഞാനാണെങ്കിൽ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. എങ്കിൽ നീ ബാ, നീതാ പാറിയ, നമുക്കൊന്നെങ്കിൽ പോയി നോക്കാം വീട്ടിൽ. കപ്പിൾസൊക്കെ ആ വഴി പോയി, നമുക്കെന്തെങ്കിൽ 3 പേർക്കും പോയി ഡ്രസ്സ് അങ്ങ് നോക്കിയാലോ? റേനിച്ചാലും ഞങ്ങളിവിടെ ആണോ? എന്താ റയാനിത്, കൈ വിട്, എല്ലാവരും കാണുന്നു. നേഹ, എനിക്കൊരു 2 മിനിറ്റ്സ് നിത്യയോട് സംസാരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ മേലേക്ക് പൊക്കോളാം. നിങ്ങൾ നടന്നോ? പാടിയാണെങ്കിൽ നമുക്ക് നടക്കാം. ഇച്ചതിന് ജോലികളുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ കൂടെ ഇപ്പോഴും കണ്ടാനെ. അത് സാരിയില്ല, മരയൊന്നില്ലാത്തതാണ് നല്ലത്. ഞാൻ ഇത് ഇന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇച്ചയും കേൾക്കണ്ട, എന്തായാലും നീ ചെല്ല് കേട്ടോ. ഓ, ആകുന്ന കാലത്ത് ആരെങ്കിലും വളച്ച് കുപ്പിയിലാക്കണ്ടായിരുന്നു. അതെങ്ങനെ ആ സൺ ഓഫ് ഫയർ ഒന്ന് എസ് പറഞ്ഞായിരുന്നെങ്കിലോ, എത്ര നന്നായിരുന്നു. ഇതെന്താടി നീ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന? നിന്റെ ചേച്ചി റിയ എന്തി? താനെന്തിനാ ഇപ്പം അറിയുന്നത്? താൻ തൻ്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതി കേട്ടോ. ആഹാ, എനിക്ക് നിന്റെ കാര്യം നോക്കുന്നതിലും പ്രശ്നമില്ലേടി. നിനക്ക് ഓക്കെയാണോ? നകുൽ, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നിന്റെ ഈ സ്വഭാവം നിർത്താറായില്ലേ? ദേ, അച്ഛനാണെങ്കിൽ പാർക്കിംഗ് ഏരിയയിലുണ്ട്, തിരക്കുന്നുണ്ട്, നീ ചെല്ല്. അനിയൻ്റെ വക കഴിഞ്ഞു, ഇനി ചേട്ടൻ്റെ വക എന്തെങ്കിലും ഉണ്ടോ? റേച്ചൽ, അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ അവിടെ നിത്യ ഇറങ്ങാനുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് നീ എൻ്റെ കൂടെ വന്നേ. എൻ്റെ തീം ഇതിടാൻ പറ്റുന്നില്ലല്ലോ. റേച്ചലിനെ വിളിച്ചാലോ? കോഡ് റിച്ചാർഡ് എന്താ ഇവിടെ? ഞാനിവിടെ ഒരു മീറ്റിങ്ങിന് വന്നതാ. അപ്പം നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഞാൻ പിന്നെ വന്ന് നോക്കിയപ്പം പുറത്താരുമില്ല. എൻ്റെ വൈഫ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, അതിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചു. യു ആർ ലുക്കിംഗ് ഗോർജിയസ്. പക്ഷേ നീ ഈ ഡ്രസ്സ് ഇടണ്ട, ഞാൻ നിനക്കൊരു സാരി എടുത്തേക്കാം. സാർ, ഈ 2 ഡ്രസ്സല്ലേ? ഒരു 5 മിനിറ്റ്സ് ഇപ്പോൾ പാക്ക് ചെയ്തെടുക്കാവേ. സാറും മാമും കൂടെ അവിടെ ഇരുന്നോളൂ. യാ ഷുവർ, ടേക്ക് യുവർ ടൈം. എന്താ റിച്ചാർഡ് ഉദ്ദേശം? തൻ്റെ കൈ ഇതെങ്ങോട്ടാണ് പോകുന്നത്? സാർ, ഇന്ന് സാർ പറഞ്ഞ ഡ്രസ്സ് നിങ്ങളുടെ 2 പേരുടെയും ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. മാം ഇപ്പോൾ പ്രഗ്നൻ്റ് ആണല്ലേ? അതിൻ്റെ നല്ല ഗ്ലോ ഒക്കെ ഉണ്ട്. യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. എനിവേ, വീണ്ടും വരിക. താങ്ക് യു. നോക്കട്ടെ, നല്ല ഗ്ലോ ഉണ്ട്. ശരിയാ, ഞങ്ങൾ വീണ്ടും വരാം കേട്ടോ. ഇവൾക്കാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. എങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കട്ടെ. റിച്ചാർഡ്, ആരെങ്കിലും കാണാൻ ഇപ്പോൾ ഓപ്പൺ ആക്കും. നേഹ, ഐ ഫെൽ ഇൻ ലവ് വിത്ത് യു. ഐ ലവ് യു. ഞാൻ എന്തിനാ ഇവിടെ നിന്നെ വിളിച്ചു വരുത്തിയെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഈ കുഞ്ഞ് എനിക്ക് പറ്റിയൊരബദ്ധം. അതിനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കണം. എത്ര പൈസ വേണമെങ്കിലും ഞാൻ തന്നേക്കാം. ഇല്ല, ഞാൻ ഈ കുഞ്ഞിനെ കളയില്ല. എന്ന് പറഞ്ഞ് എന്നെ പെരുമായി കീഴ്പ്പെടുത്തുമ്പോഴും തനിക്കറിയില്ലായിരുന്നോടോ ഞാൻ നേഹയിലെന്ന്. നീ ജീവിച്ചിരുന്ന എനിക്ക് നേഹനെ കിട്ടില്ലടി. ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല അവളുടെ ജീവിതം കൂടെ ഇല്ലെന്നാക്കാൻ. നിനക്ക് ഞാൻ 1 മാസത്തെ സമയം കൂടെ തരാം. അത് കഴിയുമ്പോൾ നീ അറിയും ഞാൻ ആരെന്ന്. മോളെ, വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ഓക്കെ ആൻറ്റി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഇത് എത്രാമത്തെ ആളിതിപ്പോൾ ചോദിക്കുന്നു? നീ ചിരിക്കണ്ട, ഈ ബിസിനസ് പാർട്ടി ബോർ ഏർപ്പാട്. എനിക്ക് ദാഹിക്കുന്ന കുറച്ച് വെള്ളം കുടിക്കട്ടെ. എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഒരു 2-3 hours കഴിയാതെ ഇറങ്ങാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ ചേട്ടനോട് പറയുന്നതൊക്കെ തലവേദനയാന്ന്. ഓക്കെ മിസ്റ്റർ അലി, നല്ല ഡീലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഫോർവേഡ് ചെയ്യാം. ഇച്ചയ, നേഹയ്ക്ക് തലവേദനയാന്ന്, അവൾക്ക് വീട്ടിൽ പോകണമെന്ന്. എക്സ്ക്യൂസ് മീ, എന്താടി തീരെ മേലെ? ഓക്കെ അങ്കിൾ, ഞാനാണെങ്കിൽ റിച്ചാർഡിനോട് പറയാം, എന്നിട്ട് വീട്ടിലേക്ക് വിടാം അവരെ. നേഹ, നല്ല മഴയാ, വെറുതെ കളിച്ച് പനിയൊന്നും ഉണ്ടാക്കി വെക്കണ്ട. ഇത് കൊള്ളാലേ റിച്ചാർഡ്,
ഞാൻ എത്ര നാളായെന്നറിയാം മഴയൊക്കെ നനഞ്ഞിട്ട്. ഇതൊക്കെ നനഞ്ഞ് ആസ്വദിച്ചില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം പോലും നല്ലൊരു ചീത്ത കേൾക്കാതെ നിനക്കിരിക്കാൻ മേലല്ലേ? മഴയാടി, കയറി വാ. ബാ, അകത്തേക്ക് പോകാം. റിച്ചാർഡ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയണമായിരുന്നു. എന്താ? ഇങ്ങോട്ട് നിൽക്ക്, ഞാൻ തലോർത്തി തരാം. I think I'm in love. I love you, Richard. I need you now. I love you. Are you sure?